ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന ചീരക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ചീരയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അമരാന്തസ് എന്ന് പറയും. ഇതെല്ലാം നമ്മൾ നാട്ടിൽ കിട്ടുന്ന പച്ചച്ചീരയില്ലേ, അതും വെച്ച് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് നല്ല ചീരയൊക്കെ നോക്കി മാറ്റി വെച്ച് പിന്നെ ഇത് അരിഞ്ഞിട്ടൊന്ന് കഴുകി എടുക്കാൻ പോവാണ്. കഴുകുന്നതിന് മുമ്പ് കുറേ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ആ മണ്ണൊക്കെ നന്നായിട്ട് കഴുകി കളയണം. ഒരു 4-5 വെള്ളത്തിലെങ്കിലും നന്നായിട്ട് കഴുകി കളയണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/2 കപ്പ് പരിപ്പുണ്ടാവും കേട്ടോ. അതിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ഉള്ളിയാണ് ചേർത്തേക്കുന്നത്, മീഡിയം സൈസ് 2 ഉള്ളി. പിന്നെ ഒരു 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതും മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക്, കാരണം ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്കാണ് നമ്മൾ ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചീര എടുത്തിരിക്കുന്നത് ഫുള്ള് ഒരു ബഞ്ച് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്ലീൻ ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് പരിപ്പിൻ്റെ അത്രയും ഉണ്ടായാൽ മതി. പരിപ്പ് എത്രയുണ്ടോ അതിൻ്റെ സെയിം ഒരു അളവിൽ വെള്ളം ഉണ്ടായാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെങ്കിലും വേവിച്ചെടുക്കണം. ഇപ്പോൾ 4 വിസിൽ വന്നാലും കുഴപ്പമില്ല കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസ്കസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം, കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് കുക്കർ ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. പരിപ്പ് അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്, എന്നാൽ ചീരയൊക്കെ നല്ലതുപോലെ കാണുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇനി അഥവാ പരിപ്പ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ച് വിസിലടിപ്പിച്ചാൽ മതിയേ. ഇനി ഇത് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് സാമ്പാർ പൗഡർ വേണമെങ്കിലും ചേർക്കാം. അത് കഴിഞ്ഞ് തേങ്ങ അരച്ച് വെച്ചേക്കുന്നില്ല, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കാം. ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം, അതല്ല കുറച്ച് കുറുകി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, അത്രയും മതിയാവും. സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീരക്കറി റെഡി. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്, ചപ്പാത്തിക്കൊക്കെ പറ്റിയ കോംബോ ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് വാഴയ്ക്ക ഫ്രൈ, പച്ചക്കായ ഫ്രൈ ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും ചെത്താനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെത്തിയാലും മതി. ഇതായപ്പോൾ തൊലിയൊക്കെ ചെത്തിയെടുത്തു. ഇനി ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബജ്ജിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ തിന്നായിട്ട് കട്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ വേവത്തില്ല. പിന്നെ അതേപോലെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തുമില്ല. പക്ഷേ നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളം എടുത്ത് കൊണ്ടുവെക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ പച്ചക്കായ കട്ട് ചെയ്തതും അതിൻ്റെ കളർ മാറാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാവുമേ. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അരിപ്പൊടി നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം, വറുത്തതോ വറുക്കാത്തതോ ചേർക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച ജാറില്ലേ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്ര മാത്രം ചേർത്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഫ്രൈ ഉണ്ടാക്കി എടുക്കാമേ. ഇതാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും മസാല. ഇപ്പം പച്ചക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. എല്ലാ പച്ചക്കായാലും കോട്ടായി കിട്ടുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാൻ മിനിമം ഒരു 1/2 hour എങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തു. നമ്മൾ സാധാരണ മീൻ എങ്ങനെയാണ് പൊരിക്കുന്നത് അതുപോലെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സൈഡ് ഡിഷാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കറികളുടെ കൂടെ, അതായത് അധികം അങ്ങോട്ട് ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത കറിയൊക്കെ വരികയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സൈഡ് ഡിഷ്. ഇപ്പോൾ മോരേറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സൈഡ് ഡിഷ്. അപ്പോൾ അത് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ എളുപ്പമല്ലേ ഇതുണ്ടാക്കാനായിട്ട്, ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഈസി ലഞ്ച് ബോക്സ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും താങ്ക് യു സോ മച്ച്. ടാറ്റാ.